ആന്റി, ശകലം കഞ്ഞി കുടിക്കാൻ നമുക്ക്. എനിക്കെന്റെ മോൻ തന്നാ മതി. കുറച്ചെങ്കിലും കഴിക്ക്. എനിക്കെന്റെ മോൻ തന്നാ മതി എന്ന് പറഞ്ഞില്ലേ? വേറെ ആരുടെയും കൈകൊണ്ട് ഒരു തുള്ളി ജലപാനം പോലും എനിക്ക് വേണ്ട. ഏത് മോൻ? ഡാഡിക്ക് കൊള്ളി വെച്ചിട്ട് മോന്റെ പാട്ടിന് പോയി. മമ്മിക്ക് എന്തിനാ അങ്ങനെ ഒരു മോൻ? അവനെ പ്രസവിച്ചതും വളർത്തിയതും ചെലവിന് കൊടുക്കുന്നതും ഒക്കെ അവന്റെ ഭാര്യ വീട്ടുകാരാ. അവനും ഈ വീടുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. അവനിങ്ങനെ ഒരു മമ്മിയില്ല. ഞങ്ങളാരും അവന്റെ സഹോദരിമാരുമല്ല. നീ നുണ പറയുക. അവൻ പോയിട്ടില്ല. എന്റെ മോൻ ഇവിടെ തന്നെയുണ്ട്. അവനെ നീ ഓടിച്ചു വിടല്ലേ? അവനെ എനിക്ക് എപ്പോഴും കാണണം. വിളിക്കുമോളെ അവനെ. എനിക്ക് കഞ്ഞി കോരിത്തരാൻ പറ. വായിക്കരയിടാൻ മനസ്സ് കാണിക്കാത്തവനാ ഇനി കഞ്ഞി കോരിത്തരാൻ വരുന്നത്. അവൾ ഒറ്റ ഒരുത്തിയ ഇതിനൊക്കെ കാരണക്കാരി. ആ മൂദേവി എന്തോ കൈവിഷം ചേർത്ത താലിയാ അവനവൾക്ക് കെട്ടിക്കൊടുത്തത്. അന്നു മുതല് അവന് നമ്മളെ ആരും വേണ്ടതായില്ലേ? അജിത്തേട്ടനും നമ്മളെങ്ങനെ ദ്രോഹിക്കാൻ? ഡാഡി എന്ത് ദ്രോഹം അജിത്തേട്ടനോട് ചെയ്തത്? ജയൻ ഇല്ലായിരുന്നെങ്കിൽ കർമ്മങ്ങൾ മുടങ്ങി ഡാഡിയുടെ ബോഡി ഇപ്പോഴും ഇവിടെ കിടന്ന് പുഴുവെടുത്തേന്. നീ സോമേട്ടനെ തടഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിൽ ആ ചടങ്ങ് സോമേട്ടന്റെ കൈ കൊണ്ട് നടന്നേനെ. നന്ദി സ്നേഹവും ഇല്ലാത്ത അജിത്തിനേക്കാൾ നല്ലത് സോമേട്ടൻ തന്നെ ആയിരുന്നില്ലേ? സോമേട്ടൻ കർമ്മം ചെയ്തിരുന്നെങ്കിൽ ഡാഡിയുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ ചേച്ചി? നീ ഇപ്പോഴും ഉള്ളിൽ വെച്ച് തന്നെയാ പെരുമാറുന്നത്. എന്തായാലും സോമേട്ടനെ ഇനി ഉപകരിക്കാൻ കാണൂ. അതോർത്താ കൊള്ളാം. ഇത്രയും ഉപകാരങ്ങൾ ചെയ്തു തന്നത് പോരെ അഖിലേച്ചി? സമയം കിട്ടുമ്പോഴൊക്കെ നീ നിന്റെ സഹോദരനെ കുറ്റപ്പെടുത്താൻ നോക്ക്. സോമേട്ടന്റെ തോളത്ത് കയറണ്ട. കുറ്റപ്പെടുത്തിയത് കൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. ദിവ്യ, ഇതിങ്ങെടുക്ക, ഞാൻ കൊടുക്കാം. കഴിക്കും മമ്മി. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ മോനെ വിളിക്കാൻ? വേണ്ട, നിങ്ങൾ ആരും വിളിക്കണ്ട. അവന് ഞാൻ തന്നെ വിളിച്ചോളാം. അവൻ ഞാൻ വിളിച്ചെങ്കിലേ വരൂ. മോനെ, മമ്മി, മോനെ. ആ, ഞാൻ ഇത്ര വിളിച്ചിട്ടും നീ കേട്ടില്ലേ മോനെ? വാ, മമ്മിക്ക് വിശക്കുന്നു. കഞ്ഞി കോരിത്താ. മമ്മി എന്താ ഇത്? വേറെ ആരുടെയും കൈ കൊണ്ട് എനിക്ക് കുടിക്കാൻ വയ്യ മോനെ. മമ്മിക്ക് എന്റെ മോന്റെ കൈ കൊണ്ട് കുടിച്ചാൽ മതി. കോരിത്താ മോനെ. കുടിക്കോ അമ്മേ? എന്റെ അടുത്തുനിന്ന് എങ്ങോട്ടും പോവില്ലേ മോനെ? മോൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം. ഇല്ല മമ്മി, ഞാൻ എങ്ങോട്ടും പോവില്ല. എപ്പോഴും മമ്മിയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. സത്യം ചെയ്. സത്യം. മമ്മി കുടിക്കും. മോൻ എന്താ കുടിക്കാത്തെ? മമ്മിയുടെ മോന് വിശപ്പില്ല. വിശക്കുമ്പോ പറയണേ. മോന് ഞാൻ കഞ്ഞി കോരിത്തരാം. പണ്ടേ മോന് മോരും കൂട്ടി ഇത്തിരി ചോറ് തരാൻ മമ്മി പെടുന്ന പാട് ഓർമ്മയുണ്ടോ മോന്? ഒരു ഉരുളയ്ക്ക് ഒരു കഥ കേൾക്കണമായിരുന്നു നിനക്ക്. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് അമ്പിളി അമ്മാവനെ നോക്കി ഒരൊറ്റ ഇരിപ്പാ നീ. അപ്പൊ നിനക്ക് കേക്കണം വാലില്ലാത്ത കുരങ്ങൻ അമ്പിളി അമ്മാവനെ പിടിക്കാൻ പോയ കഥ. ഓർമ്മയുണ്ടോ മോനത്? ഓർമ്മയുണ്ട് മമ്മി. അതൊക്കെ മറന്നുപോയാലേ പിന്നെ മോൻ മമ്മി ഓർക്കുകയല്ല. ആ കഥകളൊന്നും മറക്കല്ലേ മോനെ? ഞാനൊന്നും മറക്കില്ല മമ്മി. എങ്കിൽ ഇന്ന് മമ്മി മോനൊരു കഥ പറഞ്ഞുതരാം. ആരും കേക്കണ്ട.
സ്വപ്ന, പങ്കുവയ്ക്കാൻ കഴിയാതെ ഓർമ്മകളിൽ എവിടെയോ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരിത്തിരി സ്നേഹം, അതിപ്പം ഞാൻ അറിഞ്ഞു. കഞ്ഞി കോരിക്കൊടുത്തപ്പോ തൻ്റെ മമ്മിക്കുണ്ടായ സന്തോഷം, ഒരുപാട് പറയാനും സ്നേഹിക്കാനുമുള്ള ഒരമ്മയുടെ കൊതി. ശരിയാണ് ജയ. ഞങ്ങളുടെ വല്യേട്ടൻ, മമ്മിയുടെയും ഡാഡിയുടെയും വലിയ കുട്ടൻ. മമ്മിയുടെ മനസ്സിപ്പോ വല്യേട്ടനോടൊപ്പോ. അഖിലേച്ചിക്ക് മൂത്തതായിരുന്നു. ആ കഥയൊന്നും നിനക്കറിയില്ലല്ലോ. ഇല്ല, ഇങ്ങനൊരു വലിയ കുട്ടിനെ കുറിച്ച് ഞാനിപ്പോ ആദ്യമായിട്ട് കേൾക്കുക. വലിയ കുട്ടന്റെ ഓർമ്മയ്ക്കു വേണ്ടി മമ്മി നട്ടൊരു മരമുണ്ട്, അമ്മ മരം. ദിവസത്തിൽ ഇത്തിരി നേരമെങ്കിലും ആ മരത്തിനരികിൽ മമ്മി ഉണ്ടാവും. കളപ്പുരയ്ക്കൽ വീട്ടിലായിരുന്നപ്പോ ആ വലിയ കുട്ടനോടുള്ള സ്നേഹം നീ ഇപ്പൊ അറിഞ്ഞത്. മമ്മി എന്നിൽ ആ വലിയ കുട്ടനെ കാണുന്നുണ്ടാവും. അതെ, ഇപ്പൊ നീ മമ്മിയുടെ വലിയ കുട്ടനാ. അതൊരു ഭാഗ്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. സ്വപ്ന, മമ്മിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എനിക്ക് ഉറപ്പുണ്ട്. തന്റെ മമ്മി ബോധം വീണ്ടെടുക്കുമ്പോ മമ്മിയുടെ ചന്ദ്രേട്ടനെ തിരികെ നൽകാൻ എനിക്ക് കഴിയില്ല. പക്ഷേ മമ്മി ആഗ്രഹിക്കുന്ന പലതും ഞാൻ വീണ്ടെടുത്ത് കൊടുക്കും. ഇനി കളം ഞാൻ വരയ്ക്കും. ചെറിയച്ഛനെയും സോമനെയും അതിലേക്ക് ഇറക്കും ഞാൻ. സ്വപ്ന, ഇത് മാറുന്നില്ല സ്വപ്ന. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രക്തം വരിക. എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട്. എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് പറയും സ്വപ്ന. ക്രിട്ടിക്കലാവുന്നതിന് മുമ്പ് ഒരു ട്രീറ്റ്മെന്റ് നല്ലതല്ലേ? ഇങ്ങനെ പേടിക്കാൻ വേണ്ടി നിനക്കൊന്നുമില്ല ദിവ്യ. സ്വപ്ന, സത്യം പറ, എനിക്കെന്തോ കുഴപ്പമില്ലേ? സ്വപ്നയെല്ലാം മറച്ചു പിടിക്കുക. ദിവ്യ, ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? വാ, വെറുതെ പേടിക്കുന്നതാ നീ. നിനക്കൊരു കുഴപ്പമില്ല. ദുഷിച്ച രക്തം കുറച്ച് പുറത്തേക്ക് പൊയ്ക്കോട്ടെ ദിവ്യ. അതിന് അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കണ്ട. ബോഡി റിജക്ട് ചെയ്യുന്നതാ, അല്ലാതെ ഇതൊരു രോഗത്തിന്റെ സിംറ്റം അല്ല. എനിക്കതിൽ വിശ്വാസം വരുന്നില്ല സ്വപ്ന. ഇങ്ങനെ പോയാല് താമസിയാതെ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ഞാൻ വീണു പോവും. എനിക്ക് വല്ല മാറാ രോഗമുണ്ടെന്ന് അന്ന് നിനക്ക് മാറ്റി പറയേണ്ടി വരുമോ? ദിവ്യ, സത്യം പറ, എനിക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ദിവ്യ, നിനക്കങ്ങനെ ഒരു പ്രോബ്ലംസും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നീ എന്തിനെ പേടിക്കുന്നേ? മെഡിക്കൽ സയൻസിൽ അതിനുള്ള സൊല്യൂഷൻസും ഇല്ലേ? ഒരു സൊല്യൂഷൻസും ഇല്ലെങ്കിൽ നീ എന്തിനെ പേടിക്കുന്നേ? മെഡിക്കൽ സയൻസിൽ അതിനുള്ള സൊല്യൂഷൻസും ഇല്ലേ? ഒരു സൊല്യൂഷൻസും ഇല്ലെങ്കിൽ പറയ് സ്വപ്ന. ഒരു സൊല്യൂഷനും ഇല്ലാതെ വന്നാ ഞാൻ എന്ത് ചെയ്യണം? ദിവ്യ, എന്തിനാ നീ പേടിക്കുന്നേ? എനിക്ക് പേടിയൊന്നുമില്ല. പേടി കൂടിയ ആയുസ് കുറയുന്നല്ലേ? അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിക്കേണ്ടത് ഒരു രോഗത്തെയാണോ? ചെറിയമ്മാവനെയല്ലേ? പുതിയ സ്റ്റാമ്പ് പേപ്പേഴ്സ് വാങ്ങി വച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് സൈൻ ചെയ്ത് കിട്ടിയാ മതിയല്ലോ. പിന്നെന്റെ മരണം എപ്പ വേണമെങ്കിലും ആ കൈകൊണ്ട് സംഭവിക്കാം, അല്ലേ സ്വപ്ന? ഇല്ല ദിവ്യ, നിന്റെ ചെറിയച്ഛൻ ആഗ്രഹിക്കുന്നത് പോലൊന്നും ഒന്നും ഇനി സംഭവിക്കില്ല. നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ഇനി ഞങ്ങൾ അനുവദിക്കില്ല.
ജയ, അവൾക്ക് ജീവിക്കണമെന്നുണ്ട്. പക്ഷെ സിംറ്റംസ് ഇങ്ങനെ ആവർത്തിക്കും തോറും അവൾ വല്ലാതെ പേടിക്കുന്നുണ്ട്. എത്ര നാള് അവളെ നമ്മളിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും? ഒരുപക്ഷെ മറ്റൊരാളുടെ നാവിൽ നിന്ന് ആ സത്യം അറിയേണ്ടി വന്ന അവൾക്കത് താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല. മറ്റൊരാളെന്ന് നീ ഉദ്ദേശിച്ചത്? നിന്റെ ചെറിയച്ഛൻ തന്നെ. അയാൾക്ക് ആ സത്യം അറിയാം. അല്ലെങ്കിൽ പിന്നെ അവളിൽ നിന്ന് എല്ലാം ഇഷ്ടദാനമായി എഴുതിയെടുക്കാൻ അയാൾ ശ്രമിക്കുമോ? ജയ, അവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത്? ഏത് നിമിഷവും മരണത്തിന് കീഴടങ്ങാവുന്ന ഒരു പേഷ്യന്റാണ് താനെന്ന് അവൾ അറിയുന്നതിൽ എന്താണ് തെറ്റ്? അവളിതൊരിക്കലും അറിയാൻ പാടില്ല. രോഗവിവരം അറിഞ്ഞാൽ ആ നിമിഷം അവൾ മാനസികമായി തകർന്നു പോകും. അവളുടെ ദിവസങ്ങൾ അടുത്തു വരിക. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മരണത്തിന് വിട്ടുകൊടുക്കുക എന്നല്ലാതെ മറ്റൊരു നിവൃത്തി നമുക്കില്ല ജയ. ഇല്ല സ്വപ്ന, അവളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല ഞാൻ. എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവളാ. അവൾക്കൊരു പോറലും ഏൽക്കാതെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു താ നീ. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ? നീ എന്തിനാ എന്നോടിങ്ങനെ? അവളുടെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാനതിന് ശ്രമിക്കും. പ്രാർത്ഥിക്ക് ജയ. ദിവ്യ തിരികെ തരാൻ ഇനി ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒരുപാട് പരീക്ഷിച്ച ഈശ്വരൻ എന്നെ കൈവിടില്ല. മരണത്തിന്റെ കയറൂരി മാറ്റി അവളെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഞാൻ പ്രതീക്ഷിച്ചത് നിന്റെ ചെറിയച്ഛനെയാ. എന്നെ ഒരു കൊലപ്പുള്ളിയാക്കി അകത്തിട്ടിട്ട് അവനവന്റെ സന്തോഷം അറിയിക്കാൻ വന്നാണെന്നാ കരുതിയത്. ആ പ്രതീക്ഷ നീ കളയണ്ട. അയാൾ വരും. ഇങ്ങനെ ഇവിടെ വന്നു നിന്ന് അയാൾ നിന്റെ വിധിയോർത്ത് സഹതപിക്കും. അതിനു മുമ്പ് നീ പുറത്തിറങ്ങണം. ഞാൻ അതിനാ വന്നത്. നിന്നെ ഞാൻ വിശ്വസിക്കണോ? നീ കണ്ണടച്ച് വിശ്വസിച്ചവരാ ഇപ്പൊ നിന്നെ ചതിച്ചിരിക്കുന്നത്. ആഗ്രഹിച്ചൊക്കെ നേടിയെന്ന് നീ കരുതുമ്പോഴെല്ലാം നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. നീ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്ക് അവർ നിനക്ക് പ്രതിഫലമായി തന്നെന്താ? ഈ തടവറ. ഞാൻ കുറ്റം സംഭവിച്ചത് എന്നെ ഈ കേസിൽ നിന്ന് തലയൂരിക്കാമെന്ന് അയാൾ ഉറപ്പ് തന്നുകൊണ്ടാ. അത് മറ്റൊരു ചതിയാണെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. അല്ലെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ ഈ കുറ്റം ചുമക്കില്ലായിരുന്നു. നിന്റെ മാത്രമല്ല, എന്റെയും ശത്രുവാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കാണാൻ വന്നതും. നീ പുറത്തിറങ്ങണം. ഇപ്പത് എൻ്റെ ആവശ്യമാണ്. ഒന്ന് പുറത്തിറങ്ങി കിട്ടിയാൽ മതി. 1 മണിക്കൂർ, ഒരൊറ്റ മണിക്കൂർ. അതിനകം അവന്മാരെ ഇഞ്ചിഞ്ചായി കൊന്നു കൊലവിളിക്കും ഞാൻ. അത്ര പെട്ടെന്ന് അവരെ തീർക്കാൻ പാടില്ല. നീ കാരണം ഞങ്ങൾക്ക് കുറെ അധികം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് നീ തന്നെ തിരിച്ചു പിടിച്ചു തരണം. ഇരട്ട കൊലപാതകമാ. ഒരു ജാമ്യം പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കണം. വാക്ക് തരുന്നത് ജയന. നാളെ നീ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കും. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന മധു നാരായണന്
കൊലപാതകത്തിൽ നേരിട്ടുള്ള പങ്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നു. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇതുവരെ പേടിച്ച് ജീവിച്ചിട്ടുമില്ല. സ്വപ്നയുടെ നഷ്ടങ്ങൾക്ക് ഞാൻ കാരണമായിട്ടുണ്ട്. മുന്നിൽ നിന്ന് കളിക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞാ മതി. ഈ ഒരു ഉറപ്പാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഞാനും നീ ഒന്നും ചാവേറുകളല്ല. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന അബദ്ധമാണ്. വെട്ടാൻ തുനിഞ്ഞിറങ്ങുന്നവനെ ഓങ്ങുന്നതിന് മുമ്പ് വെട്ടി വീഴ്ത്തിയിരിക്കണം. അല്ലെങ്കിൽ ഇനിയും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കൂ. ഞാനും നീയും ഇപ്പൊ ജാമ്യത്തിലാണ്. കോടതി ഏത് നിമിഷവും കേസ് വിളിക്കാം. നമ്മൾ നിരപരാധികളാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു എവിഡൻസും ഇപ്പൊ നമ്മുടെ പക്കലില്ല. ബുദ്ധിപൂർവ്വം കളിക്കുന്ന ചെറിയമ്മാവന്റെ മുന്നിലേക്ക് നമുക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങാൻ കഴിയില്ല മധു. സ്വപ്നയുടെ ഡാഡിയെ കൊന്നത് സുധീറും സോമനുമാണെന്ന് വിളിച്ചു പറയുന്നൊരു എവിഡൻസ് എന്റെ പക്കലുണ്ടായിരുന്നു. സുധീറിൽ നിന്നും എനിക്ക് ആവശ്യം ക്യാഷായിരുന്നു. നിന്റെ പപ്പയുടെ മരണത്തിന് പിന്നിൽ അയാളാണെന്ന് ഉറപ്പാക്കിയതുകൊണ്ടാണ് ഞാൻ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയത്. അന്ന് ഞാൻ ക്യാഷ് ആവശ്യപ്പെട്ടപ്പോൾ അവൻ എന്നെ ഗോഡൌണിലേക്ക് ക്ഷണിച്ചു. വെച്ച് പിടിച്ചു ഞാൻ അവൻ എന്നെ കാത്തിരിക്കുന്ന ഗോഡൌണിലേക്ക്. എന്തോ എനിക്കൊരു പന്തികേട് പോലെ. അവിടെ ഒന്ന് ആകെ നിരീക്ഷിക്കണമല്ലോ. അങ്ങനെ തീരുമാനിച്ച് എനിക്ക് കാണേണ്ടി വന്നത് മറ്റൊന്നായിരുന്നു. സുധീറിനെയും സോമനെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു ആയുധമായിരുന്നു ആ വിഷ്വൽസ്. എന്റെ ഡാഡി പ്രാണിന് വേണ്ടി പിടയുന്നത് കണ്ടപ്പോ നിനക്കത് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ആയുധമായിട്ടാ തോന്നിയതല്ലേ? നീ ഒന്ന് എതിർത്തിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഡാഡിയെ ജീവനോടെ കിട്ടുമായിരുന്നില്ലേ? അവര് നിന്നെ പേടിച്ച് എന്റെ ഡാഡിയെ കൊല്ലാതെ വിടുമായിരുന്നില്ലേ? കൺമുന്നിലിട്ട് തീർത്തു തന്നപ്പോ അവരെ കളേറെ സന്തോഷിച്ചില്ലേ നീ? സ്വപ്ന, ജയ, അവരുടെ കെണിയിൽ വീണ് പോയതുകൊണ്ടല്ലേ ഇവൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും എന്റെ ഡാഡിയുടെ മരണം കൊണ്ട് ഇവൻ ലക്ഷങ്ങൾ കൈപ്പറ്റുമായിരുന്നില്ലേ? ഒരല്പം മനസാക്ഷി നീ കാണിച്ചിരുന്നെങ്കിൽ എന്റെ ഡാഡി മരിക്കില്ലായിരുന്നു. എന്റെ മമ്മി ഒരു ഭ്രാന്തിയാവില്ലായിരുന്നു. സ്വപ്ന, അവള് പറയട്ടെ. ഈ ഒരു പ്രതികരണം പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഒന്ന് വിരൽ ഞൊടിച്ചിരുന്നെങ്കിൽ നിന്റെ ഡാഡിയെ എനിക്ക് രക്ഷിക്കാമായിരുന്നു. മമ്മിക്ക് ഭ്രാന്തും പിടിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ വിരലമർത്തിയത് എൻ്റെ മൊബൈലിലേക്കാ. സേവ് ചെയ്തപ്പോൾ ഒരു കഴുകനെ പോലെ ചിരിക്കായിരുന്നു ഞാൻ. എൻ്റെ തന്തയും തള്ളയും പോലും എനിക്ക് വളർന്നു കയറാനുള്ള ഇരയായി കണ്ടവനാ ഞാൻ. സ്വപ്ന, നിന്റെ ഈ കഴുത്തിലേക്ക് ഞാൻ താലി കെട്ടിയത് തന്നെ നിന്നെ ഒരു ഇരയായി കണ്ടിട്ടായിരുന്നു. എനിക്ക് ചുറ്റുമുള്ളവരെയെല്ലാം എൻ്റെ നിലനിൽപ്പിനായുള്ള ഇരകളായി കാണുന്ന ഞാനപ്പോ അതിനല്ലാതെ മറ്റൊന്നിനും ശ്രമിക്കാതെ പോയി. അത് അപ്പോഴത്തെ എൻ്റെ ശരി. മധുനാരായണൻ എന്ന ഈ മനസാക്ഷിയില്ലാത്തവൻ്റെ മാത്രം ശരി.